എന്താടാ, സുഖമില്ലേ? ഗുളികയ്ക്കും മരുന്നിനും ഒരു കുറവുമില്ല, പക്ഷെ രോഗം മാത്രം മാറുന്നില്ല. എടാ, ജീവിതശൈലിയിലെ പ്രശ്നം മൂലം നിന്റെ കോശങ്ങൾക്ക് ലഭിക്കേണ്ട പോഷണം ലഭിക്കാത്തതുകൊണ്ടുള്ള കുഴപ്പമാണിതെല്ലാം. നമ്മൾ ഒരേ പ്രായമാണ്, പക്ഷെ നിന്നെ കാണുമ്പോൾ എനിക്കിപ്പോൾ അസൂയ തോന്നുന്നു. അതൊന്നും സാരമില്ല, നീ വാ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. വാ. വയ്യടാ, നമ്മുടെ ചെറുപ്പകാലം എന്ത് രസമായിരുന്നു, എന്ത് സന്തോഷമായിരുന്നു, നല്ല ആരോഗ്യവും. പക്ഷെ ഈയിടെയായിട്ട് തീരെ വയ്യടാ. വാ, നമുക്ക് ആശുപത്രി വരെ പോവാം.
ഇന്ന് വേണ്ടടാ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ പോയി ഡ്രസ്സ് മാറിക്കേ. ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സ് മാറി വണ്ടി എടുത്ത് വരാം. ഓക്കെ? ഡോക്ടർ, ഞങ്ങൾ രണ്ടും ഒരേ പ്രായമാണ്. പക്ഷേ ഇവൻ്റെ ജീവിതം പോലെ അല്ല എൻ്റെ ജീവിതം. അത് വെറുതെ പാഴായിപ്പോയി. നിങ്ങളുടെ ജീവിതശൈലിയിലുള്ള തകരാറാ നിങ്ങളെ രോഗിയാക്കിയത്. അത് ശരിയാ ഡോക്ടർ. ചെറുപ്പത്തിൽ ഞാൻ ഓടാൻ പോകുമ്പോൾ യവൻ പുതച്ചു മൂടി കിടക്കുമായിരുന്നു. കണ്ടോ, വ്യായാമമില്ലാത്ത ശരീരം, പിന്നെ ആഹാരം. എനിക്ക് ചിക്കനും മട്ടനും ഒക്കെ വേണം ഡോക്ടറെ. വയറ് നിറഞ്ഞില്ലെങ്കിൽ ഒരു സുഖമില്ല. സാം, നിങ്ങളോ? ഞാനെല്ലാം കഴിക്കും ഡോക്ടർ, മിതമായി, കൃത്യസമയത്ത്. കണ്ടോ, നിങ്ങളുടെ ശരീരത്തിന് വ്യായാമമില്ല, ഒപ്പം അമിതാഹാരവും. ശരി, എപ്പോഴാ ഉറങ്ങുന്നേ? അതൊക്കെ കൃത്യമായി പറയാൻ പറ്റില്ല ഡോക്ടർ. രാത്രി 2 അടിച്ച് ടി വി ഒക്കെ കണ്ട് ഹാളിൽ തന്നെ കിടക്കും. 2-3 മണിയൊക്കെ ആവുന്നവരെ. സാം, നിങ്ങൾ നേരത്തെ ഉറങ്ങാറില്ലേ? ലഘുവായി ഭക്ഷണം കഴിച്ച് 2-3 മണിക്കൂർ പുസ്തകമൊക്കെ വായിച്ച് ശാന്തമായി ഉറങ്ങും. പുലരുന്നതിന് മുൻപ് എഴുന്നേൽക്കും. നിങ്ങൾ എല്ലാവരോടും ശാന്തമായി സ്നേഹത്തിൽ സംസാരിക്കും, എന്നാൽ നിങ്ങൾ ദേഷ്യപ്പെടും. എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ എന്താണെന്നറിയില്ല, പിടിച്ചിരിക്കാൻ പറ്റില്ല. അതായത് നിങ്ങളുടെ ജീവിതശൈലിയാണ് നിങ്ങളെ രോഗിയാക്കി മാറ്റിയത്. എന്ത് ചെയ്യാൻ ഡോക്ടർ, തെറ്റായി ജീവിച്ച്. അതുകൊണ്ടെന്താ, ചെറുപ്പത്തിൽ തന്നെ രോഗങ്ങൾ പിടിപെട്ട്. ശരിയായി ജീവിച്ചു. ഈ പ്രായത്തിലും ആരോഗ്യത്തോടെ സന്തോഷവാനായി ജീവിക്കുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലി പുതുതലമുറയ്ക്ക് സമ്മാനിക്കുന്നത് നിരവധി രോഗങ്ങളാണ്. ശരിയായ ആഹാരവും ചിട്ടയായ വ്യായാമവും ആരോഗ്യ സംരക്ഷണത്തിന് അവശ്യ ഘടകങ്ങളാണ്. മുൻ തലമുറയിലുള്ളവരുടെ ചിട്ടയായ ജീവിതത്തിന് ഒരു പരിധിവരെ രോഗങ്ങളെ അകറ്റി നിർത്താൻ സഹായിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി മാറിയ ഭക്ഷണരീതിയും വ്യായാമമില്ലായ്മയും വർദ്ധിച്ചു വരുന്ന മാനസിക സംഘർഷങ്ങളും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, അമിതവണ്ണം, ക്യാൻസർ തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ്. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ നോക്കുന്നതാണ് പ്രധാനം.